ഹലോ, എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. അപ്പോൾ സ്കൂളൊക്കെ തുറക്കുമല്ലേ, അപ്പം നമ്മൾ വീണ്ടും നമ്മുടെ പഴയ റൊട്ടീനിലോട്ട് പോവുകയാണ്. അപ്പം നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കിയെടുക്കാനും ധൃതിയില്ലാതെ കുട്ടികളെയൊക്കെ സ്കൂളിലേക്ക് വിടാനുമായിട്ട് കുറച്ച് ടിപ്സ് കണ്ടാലോ. അപ്പോൾ ഇതേ ആദ്യത്തെ ടിപ്സാണ്. നമുക്ക് വേണ്ട ആവശ്യമുള്ള ഒരു വീക്കിലേക്ക് ആവശ്യമുള്ള പച്ചമുളക്, ഇഞ്ചി, അതുപോലെ ചെറിയുള്ളി, വെളുത്തുള്ളി, കറിവേപ്പില ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ അരിഞ്ഞിട്ട് അതിൽ തൊലിയൊക്കെ കളഞ്ഞ് നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷം നമുക്ക് ഇതുപോലുള്ള ബോക്സുകളിലാക്കി വെക്കാം. അപ്പോൾ ഇതുപോലുള്ള കണ്ടെയ്നറുകളൊക്കെ നമുക്ക് ഓൺലൈനിലൊക്കെ അവൈലബിൾ ആണ് കേട്ടോ. ഞാനിത് മീഷോന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ഹെൽപ്ഫുള്ളാണ്. നമുക്കിതുപോലെ പച്ചക്കറികളൊക്കെ ഓരോ കമ്പാർട്ട്മെൻറ്റിലേക്ക് ആക്കി വെക്കാനായിട്ട് എനിക്ക് നല്ല ഹെൽപ്പാന്ന് തോന്നിയിട്ടുണ്ട്. അപ്പോൾ ഇതേ സ്കൂളിലുള്ള സമയത്താണ് നമുക്ക് കുറച്ചുകൂടിയും തിരക്കൊക്കെ ഉണ്ടാവുക. അപ്പോൾ ഈ ഒരു സമയത്ത് നല്ല ഉപകാരമാണ്. അപ്പോൾ ഞാനിതേ കറിവേപ്പിലയൊക്കെ മഴയൊക്കെയല്ലേ, രാവിലെ പുറത്ത് പോയി പറിക്കാനൊക്കെ ഇച്ചിരി ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഞാൻ കറിവേപ്പിലയൊക്കെ പറിച്ചു കൊണ്ടുവന്നിട്ട് ഏകദേശം ഒരു 2-3 ദിവസത്തേക്കൊക്കെ വേണ്ടിയിട്ട് ഇതുപോലെ കഴുകി അതിൻ്റെ ഉള്ളത്തെ വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതുപോലെ ബോക്സിലാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് രാവിലെ നമ്മുടെ പണികൾ പെട്ടെന്ന് ചെയ്ത് തീർക്കാനാകും. അല്ലെങ്കിൽ ഈ തൊലി കളയാനായിട്ട് ഒത്തിരി സമയം എടുക്കണമല്ലോ. അപ്പോൾ ഇത് നല്ല യൂസ്ഫുള്ളാണെന്ന് തോന്നിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒരു ബോക്സിലാക്കി വെച്ചാൽ മതി. പിന്നെ ഒരു ടിഷ്യൂ പേപ്പർ കവർ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വെള്ളമൊന്നും അധികം അങ്ങനെ ഒരു ഡ്രൈ ആയി തന്നെ കിടന്നോളും. അപ്പോൾ ഇതേ അടുത്ത ടിപ്പിലേക്ക് പോകാം. അടുത്തതായിട്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികൾ പിറ്റേ ദിവസം എന്താണോ കറിയുന്നുള്ള അനുസരിച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള പച്ചക്കറികളൊക്കെ നമുക്ക് തലേ ദിവസം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കാം. അപ്പോൾ ഈ സവാളയും ഉരുളക്കിഴങ്ങൊക്കെ നമുക്ക് വേണേൽ അരിഞ്ഞെടുക്കാം കേട്ടോ. അല്ലെങ്കിൽ നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുന്നില്ല, പിറ്റേ ദിവസം പെട്ടെന്ന് അത് മാത്രം ഒന്ന് അരിഞ്ഞെടുത്താൽ മതി. അപ്പം നമ്മൾ മിക്കവാറും കുട്ടികൾക്ക് പച്ചക്കറികളാട്ടോ കൊടുത്തു വിടേണ്ടി വരിക. അപ്പോൾ ഈ ഒരു പച്ചക്കറികളൊക്കെ നമുക്ക് തലേദിവസം തന്നെ ഒന്ന് അരിഞ്ഞ് റെഡിയാക്കി വെക്കാം. ഞാനിതുപോലെ അരിഞ്ഞ് ഒന്ന് കഴുകിയിട്ട് ആണ് വെക്കുന്നത്. അപ്പോൾ രാവിലെ വേണേൽ ഒന്നുകൂടി കഴുകിയെടുക്കാം. അല്ലെങ്കിൽ കഴുകിയിട്ട് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഒന്ന് പുരട്ടിയിട്ട് വെച്ചാൽ മതിയാവും. അപ്പോൾ ഇതേ പച്ചക്കറികളൊക്കെ ഒന്ന് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ പിറ്റേ ദിവസം അരിയാൻ വേണ്ടിയിട്ടാണ് ഈ തക്കാളിയൊക്കെ മാറ്റി വെച്ചേക്കുന്നത്. അതുപോലെ പച്ചമുളകും അപ്പോൾ അതൊന്നും അരിഞ്ഞ് വെച്ചിട്ടുണ്ടായില്ല. പിന്നെ ഉരുളക്കിഴങ്ങും സവാളയൊക്കെ ഇതുപോലെ തൊലി കളഞ്ഞിട്ട് അരിയാതെ വേണേൽ വെക്കാം കേട്ടോ. നമുക്ക് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് നമ്മുടെ സേഫ്റ്റിക്ക് അനുസരിച്ച് നമുക്ക് ചെയ്യാം. അപ്പോൾ ഇതുപോലെ ബോക്സിലാക്കി വെച്ച നമ്മുടെ രാവിലത്തെ പണികളൊക്കെ ടപ്പേന്ന് തീർക്കാം. അപ്പോൾ ഇതേ അടുത്ത 3ാമത്തെ ടിപ്പ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മീനുകൾ നമുക്ക് മീനാണോ ചിക്കനാണോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതൊക്കെ നമുക്ക് ഒരു 2 ദിവസം മുന്നേ, ഇപ്പോൾ സാറ്റർഡേയോ സൺഡേയോ കിട്ടുകയാണെങ്കിൽ നമുക്ക് ആ ഒരു വീക്കിലേക്ക് വേണ്ട മീനുകളൊക്കെ ഇതുപോലെ കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് നമുക്ക് ഇച്ചിരി വെള്ളം ഒഴിച്ചിട്ട് വെക്കാം. അപ്പോൾ അതൊരു നല്ല ഫ്രഷായി തന്നെ കിടന്നോളും. പിന്നെ ചില സ്കൂളുകളിലൊക്കെ മീൻ കൊടുത്തു വിടാം കേട്ടോ. ഇവിടെ മക്കൾക്ക് മീനുകൾ കൊടുത്തു വിടാം. അപ്പോൾ ഞാൻ നമ്മുടെ കഷ്ണ മീനുകളില്ലേ അതൊക്കെ ഇതുപോലെ എടുത്തിട്ട് രാവിലെ വറുത്ത് കൊടുക്കാറുണ്ട്. പിന്നെ അടുത്ത ടിപ്പ് ഇതേ നമുക്ക് ഇതുപോലെയുള്ള നമ്മുടെ പയർ പരിപ്പ് വർഗ്ഗങ്ങളൊക്കെ ഇല്ലേ, ഈ ഒരു സാധനങ്ങളൊക്കെ നമുക്ക് വേണേൽ ഒരു വീക്കിലേക്ക് വേണ്ടത് നമുക്ക് വേവിച്ചിട്ട് ഫ്രീസറിൽ വെക്കാം. അല്ലെങ്കിൽ നമുക്ക് പിറ്റേ ദിവസത്തേക്ക് വേണ്ടത് എന്താണോ എന്ന് വെച്ച് കഴിഞ്ഞാൽ തലേ ദിവസം ഒന്ന് വെള്ളത്തിൽ മറന്നു പോവാതെ കുതിർത്ത് ഇടുക. അപ്പോൾ നമ്മുടെ രാവിലെ ഇനി എന്ത് കറി ഉണ്ടാക്കണം എന്നില്ല ആ ഒരു കൺഫ്യൂഷൻ ഇല്ലാതെ നമുക്ക് പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കിയെടുക്കാം. അപ്പോൾ ഇതേ ഞാൻ പരിപ്പൊക്കെ ഇതുപോലെ തലേദിവസം തന്നെ വെള്ളത്തിൽ കുതിർത്ത് അവിടെ ഇടും. അപ്പോൾ നമുക്ക് സാമ്പാർ ഉണ്ടാക്കാനോ അല്ല അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. അപ്പം പരിപ്പൊക്കെ ഇതുപോലെ പരിപ്പും പയർ കടല ഇതൊക്കെ ഇതുപോലെ ഞാനിതുപോലെ വെള്ളത്തിലിട്ട് വെക്കും. അല്ലെങ്കിൽ നമുക്ക് വേവിച്ച് വെക്കാനാണ് താല്പര്യമെങ്കിൽ നമ്മളെ പണി എത്രയോ എളുപ്പമാക്കണം എന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ പരിപ്പൊക്കെ വേവിച്ചിട്ട് വെക്കാം. അപ്പോൾ രാവിലെ നമുക്കൊന്ന് തേങ്ങ അരച്ചോ അല്ലെങ്കിൽ സാമ്പാറിലോട്ട് ഇതെടുത്ത് ഒഴിച്ചാൽ മാത്രം മതിയാവും. അപ്പം ഇതൊക്കെ തണുത്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഫ്രിഡ്ജിലോട്ട് വെക്കാം. ഇനി ഇതേ അടുത്ത് നല്ല യൂസ്ഫുൾ ആയൊരു ടിപ്പാണ്. കാരണം എന്താ വെച്ചാൽ നമ്മൾ രാവിലത്തെ ഈ ഒരു തിരക്കിന് നമ്മൾ കടുക്, അതുപോലെ പൊടികൾ, മല്ലിപ്പൊടി, മുളക് പൊടി ഇതൊക്കെ തപ്പി പിടിച്ചെടുത്തിട്ട് അതിൻ്റെ അടപ്പൊക്കെ തുറന്ന് അവിടെ എവിടെയും തൂവി ആകെ കൂടെ ഒരു കോംപ്ലിക്കേഷൻ ഉണ്ടാകുന്ന പരിപാടിയാണ്. അപ്പോൾ ഇതുപോലെയുള്ള ബോക്സുകൾ, മസാല ബോക്സുകൾ ഇതിപ്പോൾ എൻ്റെ അടുത്ത് 2-3 വർഷമായിട്ടോ. നമ്മളിനി പുതിയതൊക്കെ വാങ്ങിക്കാമെന്ന് വിചാരിക്കുന്നുണ്ട്. എന്തായാലും കുറച്ച് നാളും കൂടി ഇതങ്ങ് പോട്ടെ. അപ്പോൾ ഇതിൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, പിന്നെ അതുപോലെ കടുക്, പിന്നെ നമ്മുടെ ഉലുവ, ജീരകം, വറ്റൽമുളക് ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഞാൻ ഇതുപോലെ എടുത്തു വെക്കും. ഏകദേശം ഒരു 1 വീക്കിലേക്കുള്ള സാധനങ്ങൾ. മുളക് പൊടി മാത്രമേ തീർന്നു പോകത്തുള്ളൂ. ബാക്കിയൊക്കെ ഏകദേശം നമുക്ക് ആ ഒരു 1 വീക്കിലേക്കുള്ളത് കൂടുതൽ എന്തായാലും ഉണ്ടാവും. അപ്പോൾ ഇതുപോലെ ഒന്ന് സെറ്റ് ചെയ്ത് വെക്കുക. നമ്മുടെ കയ്യെത്താൻ ദൂരത്തിൽ ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലെ പണികളൊക്കെ പെട്ടെന്ന് ഒരുക്കിയെടുക്കാൻ വേണ്ടും. പിന്നെ നമ്മൾ തറയിലൊക്കെ തൂവി ആ കൂടെ പരിപാടി ആവത്തുമില്ല. ഇനി ഇതേ അടുത്തൊരു ടിപ്പ്
എനിക്ക് പൊതുവേ മടിയുള്ള ഒരു കാര്യമാണ് തേങ്ങ ഇതുപോലെ ഒന്ന് ചിരവി എടുക്കുക എന്നുള്ളത്. അപ്പോൾ അത് തലേ ദിവസം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പണി അങ്ങ് കുറഞ്ഞ് കിട്ടിയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പിന്നെ നമ്മൾ ഫ്രീസറിൽ വെക്കേണ്ട ആവശ്യമില്ല കേട്ടോ. 2-3 ദിവസത്തേക്കൊക്കെ ആണെങ്കിൽ ചില്ലറിൽ വെച്ചാൽ മതിയാവും. പിന്നെ ഇതുപോലെ നമ്മൾ തേങ്ങ ഒന്ന് വറുത്ത് വെക്കാം. നമുക്ക് വറുത്തരച്ച കറികളൊക്കെ ഉണ്ടാവുമല്ലോ, ചിക്കൻ കറി, മുട്ടക്കറി, പിന്നെ കടലക്കറി, തീയലുകൾ, ഇങ്ങനെയുള്ള കറികളൊക്കെ ഉണ്ടാക്കാനായിട്ട് എളുപ്പം ഇച്ചിരി തേങ്ങ ഒന്ന് വറുത്തരച്ച് വെക്കാം. ഇതൊരു 1 വീക്കിൽ കൂടുതലൊക്കെ ഇരിക്കും. അപ്പം നമ്മൾ വറുത്തരച്ച കറികൾക്കാണെങ്കിൽ ഞാനിവിടെ കറിവേപ്പില മാത്രം ഇട്ടിട്ട് വറുത്ത് മാറ്റിയിട്ട് വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം വറുത്തരച്ച സാമ്പാറൊക്കെ ആണെങ്കിൽ അതിന് വേണ്ട സാധനങ്ങൾ ഞാനിവിടെ നമ്മുടെ ജീരകവും പിന്നെ ഉലുവയൊക്കെ ഇട്ടിട്ട് നമ്മൾ ചെറിയുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ചേർത്തിട്ട് നമ്മൾ സാമ്പാറിന് വറുത്തരക്കും. ഞങ്ങൾ വറുത്തരച്ച സാമ്പാറിൻ്റെ റെസിപ്പിയൊക്കെ എൻ്റെ ചാനലിലുണ്ട് കേട്ടോ, കണ്ണൂർ സ്പെഷ്യൽ സാമ്പാർ. അപ്പോൾ ആ സാമ്പാറിനുള്ളതൊക്കെ ഇതുപോലെ ഉള്ള സാധനങ്ങളൊക്കെ ഇട്ടിട്ട് സെപ്പറേറ്റ് നമ്മൾ ഒരു പരിപാടി ഒന്നിച്ച് തന്നെ അങ്ങോട്ട് കഴിയല്ലോ. അപ്പോൾ ഇതുപോലെ കണ്ടെയ്നറിലാക്കി വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ഇതുപോലെ അരച്ചിട്ട് ഒരു കണ്ടെയ്നറിലാക്കി വെക്കാം. അപ്പോൾ ഈ ഒരു രീതിയിലൊക്കെ നമ്മൾ രാവിലത്തെ പണികൾ അങ്ങ് എളുപ്പമായിട്ട് ചെയ്ത് തീർക്കാനാവും. രാവിലെ തേങ്ങ വറുക്കാനൊക്കെ നിന്ന് കഴിഞ്ഞാൽ അന്നത്തെ കാര്യം ഗോവിന്ദാന്ന് പറയാം. അപ്പോൾ ഇതുപോലെ ആക്കിയെടുക്കാം. ഇനിയിപ്പോൾ അടുത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചോറൊക്കെ എന്തായാലും കുട്ടികൾക്ക് കൊണ്ടുപോകേണ്ടതാണെങ്കിൽ തലേ ദിവസം നമുക്ക് എന്തായാലും റൈസ് കുക്കറിൽ ഇറക്കി വെക്കാമല്ലോ. രാത്രിയിലൊന്ന് ഇറക്കി വെച്ചാൽ രാവിലത്തേക്ക് ചോറ് പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും. അപ്പോൾ ഇച്ചിരി ലേറ്റായിട്ട് എഴുന്നേൽക്കുകയും ചെയ്യാം. നമുക്ക് രാവിലെ തന്നെ ചോറ് വെക്കണമെന്ന് വെച്ചാൽ നേരത്തെ എഴുന്നേൽക്കേണ്ട ആവശ്യമൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇത് മാവുകൾ അപ്പത്തിനുള്ളതും ഇഡ്ഡലിക്കുള്ളതും ഒക്കെ തലേ ദിവസം തന്നെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് രാവിലത്തെ പണികൾ പെട്ടെന്ന് തന്നെ തീർക്കാനായിട്ട് പറ്റും. പിന്നെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് വേറൊരു ചിന്ത വേണ്ടല്ലോ, എന്തുണ്ടാക്കും, പിറ്റേ ദിവസം എന്തുണ്ടാക്കും എന്നില്ല. അപ്പോൾ തലേ ദിവസം തന്നെ അങ്ങനെ ഒരു മീൽ പ്ലാനിങ് ഒക്കെ ഉണ്ടെങ്കിൽ തന്നെ നമ്മുടെ പകുതി ഭാരം കുറഞ്ഞെന്ന് വിചാരിക്കുക. ഇത് ജോലിക്ക് പോകുന്ന ആൾക്കാർക്കും വളരെ ഉപകാരമായ കാര്യങ്ങളാണ് കേട്ടോ. നമ്മൾ മിക്ക ആൾക്കാരും ചെയ്യുന്നതായിരിക്കും എന്തായാലും. ഞാനിതുപോലെ മാവൊക്കെ അരക്കുമ്പം അപ്പത്തിനുള്ളതൊക്കെ ഒരു മൺഡേ വെക്കും. പിന്നെ നമ്മൾ 2 ദിവസം കഴിഞ്ഞിട്ടാണ് ഇഡ്ഡലി, ദോശ അതിനുള്ള മാവൊക്കെ 2 ദിവസത്തേക്ക് അരച്ച് റെഡിയാക്കി വെക്കും. പിന്നെ നമ്മൾ കുട്ടികളുടെ യൂണിഫോമൊക്കെ ഒന്ന് ഓൾറെഡി അയൺ ചെയ്ത് തലേ ദിവസം തന്നെ ഒന്ന് റെഡിയാക്കി വെക്കുക. അപ്പോൾ ഇത്രയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പം തന്നെ നമ്മുടെ പകുതി ജോലിഭാരം കുറഞ്ഞെന്ന് പറയാമല്ലേ. രാവിലത്തെ എനിക്ക് ആദ്യമൊന്നും അറിയത്തില്ലായിരുന്നു കേട്ടോ. നമ്മളിങ്ങനെ ഒന്ന് സെറ്റ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാം ഒന്ന് റെഡിയായി വരും എന്നുള്ള കാര്യം. നമ്മൾ തന്നെയല്ലേ, നമുക്ക് ആരും ചെയ്തു തരാനോ അല്ലെ അമ്മമാരോ അല്ലെങ്കിൽ വേറെ വീട്ടിലെ അംഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അല്ലെ ആരെങ്കിലും ചെയ്തു തരാനൊക്കെ ഉണ്ടെങ്കിൽ വലിയ കുഴപ്പമില്ല എന്ന് പറയാം. പക്ഷെ നമുക്കങ്ങനെ ആരും ചെയ്തു തരാനില്ലല്ലോ. നമ്മൾ തന്നെ എന്തായാലും എല്ലാം ചെയ്യണം. കുക്കിങ്ങും ക്ലീനിങ്ങും അതുപോലെ ബാക്കിയുള്ള കുട്ടികളുടെ കാര്യങ്ങളും അവരുടെ റെഡിയാക്കലും എല്ലാം തന്നെ നമ്മൾ തന്നെ ചെയ്യണം. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യണമെങ്കിൽ നമ്മളൊരു പ്ലാനിങ് ഉണ്ടെങ്കിൽ മാത്രമേ നടക്കുകയുള്ളൂ. അപ്പം ആ ഒരു രീതിയിലാണ് ഞാനിത് തന്നെ പഠിച്ചാണ് കേട്ടോ. പിന്നെ അതുപോലെ യൂട്യൂബിൽ നമ്മൾ ഇതുപോലെ മോട്ടിവേഷണൽ വീഡിയോസൊക്കെ കണ്ട് അതിനകത്ത് നിന്ന് കുറേ ടിപ്സൊക്കെ കേട്ട് അങ്ങനെയൊക്കെയാണ് നമ്മുടെ ഒരു റൊട്ടീനൊന്ന് ശരിയാക്കി എടുക്കുന്നത്. ഇപ്പോൾ സ്കൂൾ കൂട്ടിയപ്പം മുഴുവൻ അങ്ങോട്ട് തലതിരിഞ്ഞിട്ടാണ് ഉണ്ടായിരുന്നത്. എഴുന്നേക്കൽ ലേറ്റാണ്, കുട്ടികളുടെ കാര്യങ്ങളെല്ലാം എല്ലാം കൂടെ തകതിമിയായിരുന്നു. അപ്പോൾ ഇനിയിപ്പോൾ എല്ലാം ഒന്ന് സെറ്റ് ചെയ്ത് എടുക്കണം എന്നാണ് വിചാരിക്കുന്നത്. പിന്നെ നമ്മൾ പ്ലാൻ ചെയ്ത് എല്ലാം ഒന്നും മീൽ പ്ലാനിങ്ങും കാര്യങ്ങളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്ത് ചെയ്യുവാണെങ്കിൽ കുറച്ചുകൂടി നമുക്ക് നമ്മുടെ കാര്യങ്ങൾക്ക് സമയം കിട്ടുന്നത് പോലെയും തോന്നിയിട്ടുണ്ട്. നമുക്ക് എല്ലാ പണിയും കഴിഞ്ഞ് ബാക്കിയുള്ള നമ്മുടെ ഇഷ്ടങ്ങൾ എന്താണോ അത് നമുക്ക് ചെയ്യാനുള്ള ഒരു അവസരം കൂടിയാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇത്രയും ടിപ്സ് ഉണ്ടായിരുന്നു. ഏകദേശം ഒരു 10 ടിപ്സിൻ്റെ അടുത്ത് തന്നെ ഉണ്ട് കേട്ടോ. എന്തായാലും അധികം ആൾക്കാരും ചെയ്യുന്ന ആയിരിക്കും. ഇനിയിപ്പോൾ ഇതൊന്നും അറിയാത്തതല്ലല്ലോ എന്നും നിങ്ങൾ വിചാരിക്കേണ്ട. പക്ഷെ നമുക്കിതിങ്ങനെയൊക്കെ ആരെങ്കിലും പറഞ്ഞു വരുമ്പോൾ അല്ലെങ്കിൽ ഇങ്ങനെ നമ്മൾ കാണുമ്പോഴും നമുക്കൊരു മോട്ടിവേഷൻ ആണല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഉപകാരമായിട്ടുണ്ടെങ്കിൽ അത് തന്നെ എനിക്ക് ഭയങ്കര സന്തോഷമുള്ള കാര്യമാണ്. പിന്നെ നമ്മുടെ വീഡിയോസ് മുന്നേ ഇതുപോലത്തെ വീഡിയോസൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ. കിച്ചൺ ടിപ്സും അതും ഇതൊക്കെ ആയിട്ട് കുറേ വീഡിയോസ് ഇട്ടിട്ടുണ്ട്. തീർച്ചയായും നമ്മുടെ ചാനലൊന്ന് കണ്ടു നോക്കൂ. നിങ്ങൾക്ക് ഇഷ്ടമാവുകയാണെങ്കിൽ തീർച്ചയായും ഒരു ലൈക്ക് പ്രതീക്ഷിക്കുന്നു. പിന്നെ നിങ്ങളുടെ വിലയേറിയ കമൻറ്റ് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ എന്തെങ്കിലും ടിപ്പ് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ അതും കൂടെ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ്.